ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്ലൈഡ് ഫിസിക്സ് 2 എന്ന പേപ്പറിൽ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് മൊഡ്യൂൾ 1 എന്നും 3 എന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. സോ പാർട്ട് ബിയിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഒരുമിച്ചും പാർട്ട് സി എല്ലാം ഒരുമിച്ചും അങ്ങനെയാണ് ഞാൻ ഈ ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ക്ലാസ് കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ നോട്ട്ബുക്ക് ഉണ്ടായിരിക്കും എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസർ എന്താണ് എന്നുള്ള രീതിയിലേക്ക് പഠിച്ചു പോവാം. അത് നമ്മൾ തുടങ്ങുന്നത് പാർട്ട് ബിയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ടാണ്. പാർട്ട് ബിയിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഗിവ് 3 ആപ്ലിക്കേഷൻസ് ഓഫ് അൾട്രാസോണിക് വേവ് ആണ്. അൾട്രാസോണിക് വേവ്സിൻ്റെ 3 ആപ്ലിക്കേഷൻസ് എഴുതാനാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഞാനിവിടെ 4 ചേർത്തിട്ടുണ്ട്. ഏതെങ്കിലും 3 നമുക്ക് കഴിയുന്ന രീതിയിൽ പഠിച്ചെടുക്കാം. അതിൽ ആദ്യത്തെ ആപ്ലിക്കേഷൻ വരുന്നത് സോണാറാണ് അല്ലേ. ഇപ്പോൾ അൾട്രാസോണിക് വേവ്സ് സോണാറിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഈ സോണാർ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? കടലിൻ്റെ ആഴളക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കടലിൻ്റെ ആഴളക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സോണാറിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? അൾട്രാസോണിക് വേവ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ അടുത്തൊരു ആപ്ലിക്കേഷനാണ് മെഡിക്കൽ ഫീൽഡ്. വൈദ്യശാസ്ത്ര രംഗത്ത് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ അൾട്രാസോണിക് വേവ്സിന് നമ്മൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. പിന്നെ ഒന്ന് മെറ്റൽസിനെ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. വേറൊന്ന് വന്നിട്ടുള്ളത് മെറ്റൽസിലുള്ള ക്രാക്കുകൾ ഡിറ്റക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അൾട്രാസോണിക് വേവ്സിൻ്റെ 3 ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ഒന്ന് സോണാറിൽ നമ്മൾ യൂസ് ചെയ്യുന്നു, പിന്നെ ഒന്ന് നമ്മൾ മെഡിക്കൽ ഫീൽഡിൽ യൂസ് ചെയ്യുന്നു, മെറ്റൽസിനെ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും മെറ്റൽസിനുള്ള പൊട്ടലുകൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? അൾട്രാസോണിക് വേവ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്നുകൂടി കേൾക്കുക. അൾട്രാസോണിക് വേവ്സ് നമ്മൾ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? സോണാറിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു മെറ്റലിനെ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ആ മെറ്റലിനുള്ളിലെ ക്രാക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അൾട്രാസോണിക് വേവ്സ് യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡിലും അൾട്രാസോണിക് വേവ്സ് യൂസ് ചെയ്യുന്നു. ഇനി രണ്ടാമത് വരുന്ന ക്വസ്റ്റ്യൻ ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ എക്കോ ആൻഡ് റിവർബറേഷനാണ്. എക്കോ എന്താണെന്നും റിവർബറേഷൻ എന്താണെന്നും ഇനി നമുക്ക് വേണ്ടത്. എക്കോയും റിവർബറേഷനും എങ്ങനെ വ്യത്യാസപ്പെടുന്നു? എക്കോ സിമ്പിളായിട്ട് നമ്മൾ എക്കോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്കോ എന്ന് പറഞ്ഞാൽ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ടാണ്. റിഫ്ലക്ഷൻ ഓഫ് സൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്കോ എന്ന് പറയുന്നത്. ഇനി ഈ എക്കോ നമുക്ക് ക്ലിയർലി കേൾക്കാൻ പറ്റും. ഏതൊക്കെ സമയത്ത്? ഓപ്പൺ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസിൽ നമുക്ക് എക്കോ എന്താണ്? പോസിബിളാണ്. എക്കോ ക്യാൻ ബി ഹിയർഡ് ഇൻ ബോത്ത് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് സ്പേസസ്. ഒരു ഓപ്പൺ സ്പേസിലായാലും ക്ലോസ്ഡ് സ്പേസിലായാലും എക്കോ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? കേൾക്കാനായിട്ട് പറ്റും അല്ലേ. അതുപോലെ നമുക്കിനി അടുത്തത് വേണ്ടത് റിവർബറേഷനാണ്. റിവർബറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിവർബറേഷൻ എന്ന് പറയുന്നത്. എക്കോ നമ്മൾ എന്താ പറയുന്നത്? റിഫ്ലക്ഷൻ ഓഫ് സൗണ്ടാണ് എക്കോ. മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? റിവർബറേഷൻ എന്ന് പറയാം. എക്കോ നമുക്കൊരു ക്ലോസ്ഡ് സ്പേസിലും അതുപോലെ തന്നെ ഓപ്പൺ സ്പേസിലും പോസിബിളാണ്. പക്ഷേ റിവർബറേഷൻ്റെ കേസിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ക്ലോസ്ഡ് സ്പേസ് ആവശ്യമാണ്. നമുക്കൊന്നുകൂടി പറഞ്ഞു നോക്കല്ലേ എക്കോയും റിവർബറേഷനും. എക്കോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ടിനെയാണ് നമ്മൾ എക്കോ എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ടാണ് റിവർബറേഷൻ. എക്കോ നമുക്കൊരു ക്ലോസ്ഡ് സ്പേസിലും അതുപോലെ തന്നെ ഓപ്പൺ സ്പേസിലും പോസിബിൾ ആണെങ്കിൽ റിവർബറേഷൻ നമുക്ക് പോസിബിൾ ആവുന്നത് ഒരു ക്ലോസ്ഡ് സ്പേസിലാണ്. അല്ലെങ്കിൽ റിവർബറേഷന് വേണ്ടിയിട്ട് ഒരു ക്ലോസ്ഡ് സ്പേസ് ആവശ്യമാണ്. എക്കോയും റിവർബറേഷനും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എക്കോ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ടാണ്, റിവർബറേഷൻ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ടാണ്. എക്കോയിൽ നമുക്കൊരു ക്ലോസ്ഡ് സ്പേസോ ഓപ്പൺ സ്പേസോ പോസിബിളാണ്. റിവർബറേഷൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഒരു ക്ലോസ്ഡ് സ്പേസ് അനിവാര്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് സ്റ്റേറ്റ് കൂളോംസ് ലോ, റൈറ്റ് ഇറ്റ്സ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ്. അതായത് കൂളോംസ് ലോ എന്താണ് സ്റ്റേറ്റ് ചെയ്യാനും ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എഴുതാനും ചോദിച്ചിട്ടുണ്ട്. നമ്മൾ കൂളോംസ് ലോ പറയുമ്പോൾ ആദ്യം നമ്മൾ എന്ത് കൺസിഡർ ചെയ്യണം? 2 ചാർജസ് കൺസിഡർ ചെയ്യണം അല്ലേ. Q1ഉം Q2. കൂളോംസ് ലോ പറയുമ്പോൾ ആദ്യം നമ്മൾ 2 ചാർജസ് കൺസിഡർ ചെയ്തു, Q1ഉം Q2. ഈ 2 ചാർജ് തമ്മിലുള്ള അകലമാണ് R. ഇപ്പോൾ എന്താ ചെയ്ത് 2 ചാർജസ് കൺസിഡർ ചെയ്തു, ഒന്ന് Q1 ഒന്ന് Q2. ഈ 2 ചാർജസ് തമ്മിലുള്ള അകലമാണ് R. ഇനി എന്താ കൂളോംസ് ലോയിൽ പറയണമെന്ന് വെച്ചാൽ ഈ 2 ചാർജസ് തമ്മിൽ, 2 ചാർജസ് എന്ന് വെച്ചാൽ Q1ഉം Q2, ഈ 2 ചാർജസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് ഇൻറ്ററാക്ഷൻ അതിന് നമ്മൾ F എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഈ 2 ചാർജസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് ഇൻറ്ററാക്ഷൻ അഥവാ F ഈ 2 ചാർജിൻ്റെ പ്രൊഡക്റ്റിനോട് ഡയറക്റ്റ്ലി പ്രപ്പോർഷണലും ഈ 2 ചാർജിൻ്റെ പ്രൊഡക്റ്റ് അഥവാ ഗുണനഫലം അല്ലേ, ഈ 2 ചാർജിൻ്റെ പ്രൊഡക്റ്റിനോട് ഡയറക്റ്റ്ലി പ്രപ്പോർഷണലും ചാർജ് തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിനോട് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലുമായിരിക്കും. എന്നാൽ കൂളോംസ് ലോ പറയുന്നത് 2 ചാർജിന് നമ്മൾ കൺസിഡർ ചെയ്യാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് Q1ഉം Q2ആണ്. ഈ 2 ചാർജസ് തമ്മിലുള്ള ഡിസ്റ്റൻസാണ് R. ഇനി കൂളോംസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് ഈ 2 ചാർജസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് ഇൻറ്ററാക്ഷൻ
രണ്ട് ചാർജിൻ്റെ പ്രൊഡക്റ്റിനോട് ഡയറക്റ്റ്ലി പ്രപ്പോർഷണലും രണ്ട് ചാർജ് തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിനോട് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലും ആയിരിക്കും. ഇനി നമുക്കൊരു ഒരു ഇക്വേഷൻ ഉണ്ട് കൂളോംസ് ലോയ്ക്ക് ലാസ്റ്റിൽ രണ്ട് ഇക്വേഷൻ ക്ലബ് ചെയ്ത് വരുന്നതാണ്. എഫ് ഇസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 by R square. F is equal to 1/4πε0 Q1 Q2 by R square. ഇവിടെ ε0 എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ് കേട്ടോ. അപ്പോൾ എന്താ നമ്മൾ കൂളോംസ് ലോ ചോദിച്ചാൽ എഴുതേണ്ടത്? കൂളോംസ് ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് ചാർജസ് കൺസിഡർ ചെയ്യുക, Q1ഉം Q2. ഈ രണ്ട് ചാർജസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് R. ഇനി കൂളോംസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ചാർജസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് ഇൻ്ററാക്ഷൻ രണ്ട് ചാർജിൻ്റെ പ്രൊഡക്റ്റിനോട് ഡയറക്റ്റ്ലി പ്രപ്പോർഷണലും രണ്ട് ചാർജ് തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിനോട് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലും ആയിരിക്കും. എന്നിട്ട് നമ്മൾ ഈ ഇക്വേഷൻ എഴുതാം. മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ചോദിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഇക്വേഷൻ എഴുതണം. എഫ് ഇസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 by R square. ഇനി നമുക്ക് അടുത്ത ഇക്വേഷൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാം. Explain the term specific resistance of a material. Write its expression. സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്താണെന്നും അതിൻ്റെ എക്സ്പ്രഷനാണ് വേണ്ടത്. നമുക്ക് സ്പെസിഫിക് റെസിസ്റ്റൻസ് പറയുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഒരു കണ്ടക്ടർ, ആ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസും ലെങ്ത്തും ഡയറക്റ്റ്ലി പ്രപ്പോർഷണലാണ്. അതുപോലെ തന്നെ ഈ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസും ഏരിയയും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ്. രണ്ട് പോയിന്റ് ശ്രദ്ധിക്കുക. ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസും ലെങ്ത്തും ഡയറക്റ്റ്ലി പ്രപ്പോർഷണലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത്ത് കൂടി എന്തും കൂടും, റെസിസ്റ്റൻസും കൂടും. വേറൊരു പോയിന്റ് വരുന്നത് റെസിസ്റ്റൻസും ഏരിയയും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയ കുറഞ്ഞാൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, കൂടും. ഇനി രണ്ട് ഇക്വേഷൻ നമ്മൾ ഒരുമിച്ച് എഴുതാം. R പ്രപ്പോർഷണൽ ടു L/A എന്ന് കിട്ടും. ഇനി ഇവിടെ ഈ പ്രപ്പോർഷണാലിറ്റി ചിഹ്നം മാറി നമുക്ക് ഈക്വൽ ടു കൊണ്ടുവരണം അല്ലേ. അതിനുവേണ്ടി നമ്മളൊരു കോൺസ്റ്റൻറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. സോ R ഈക്വൽ ടു ρL/A എന്ന് കിട്ടും. ρL/A എന്ന് നമ്മളിപ്പോൾ എന്താ ചെയ്തത്, റെസിസ്റ്റൻസ് ലെങ്ത്തിനോട് പ്രപ്പോർഷണലാണെന്ന് എഴുതി, റെസിസ്റ്റൻസ് ഏരിയയോട് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണെന്ന് എഴുതി. ഈ രണ്ട് ഇക്വേഷൻ ഒരുമിച്ച് R പ്രപ്പോർഷണൽ ടു L/A എന്ന് എഴുതി. എന്നിട്ട് ഈ പ്രപ്പോർഷണാലിറ്റി ചിഹ്നം മാറി ഈക്വൽ ടു വരുന്നതിന് വേണ്ടിയിട്ട് R ഈക്വൽ ടു ρL/A എന്ന് എഴുതി. ഇപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഇല്ലേ, R ഈക്വൽ ടു ρL/A. ഈ ഇക്വേഷനിൽ റോനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. ഇനി ഈ ഇക്വേഷനിൽ റോയ്ക്ക് ഒരു ഇക്വേഷൻ നമ്മൾ എങ്ങനെയാണ് കൊണ്ടുവരിക, റോ ഈക്വൽ ടു RA/L എന്ന് കിട്ടും. ഇക്വേഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് പ്രോബ്ലം സെക്ഷനിലും ആവശ്യമാണ് കേട്ടോ. സ്പെസിഫിക് റെസിസ്റ്റൻസ് അഥവാ റെസിസ്റ്റിവിറ്റി റോ ഈക്വൽ ടു RA/L ആണ്. ഇതിനൊരു യൂണിറ്റ് ഉണ്ട്, ഓം മീറ്ററാണ്. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താ, ഓം ആണ്. സ്പെസിഫിക് റെസിസ്റ്റൻസ് അഥവാ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് വരുന്നത് ഓം മീറ്ററാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സ്റ്റേറ്റ് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഫാരഡേ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ റിലേറ്റ് ചെയ്തിട്ട് രണ്ട് ലോയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും. അതിൽ ഫാരഡേയുടെ ഫസ്റ്റ് ലോ വരുന്നത് സ്റ്റേറ്റ് ചെയ്യണം. സോ നമ്മൾ അങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു വെക്കണം കേട്ടോ. ഫാരഡേയുടെ ഫസ്റ്റ് ലോ വരുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് നമ്മൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഫാരഡേയുടെ ഫസ്റ്റ് ലോ വരുന്ന ഫസ്റ്റ് ലോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴൊക്കെയാണ് നമ്മളൊരു മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യണത് ആ സമയത്ത് ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് ഫാരഡേയുടെ ഫസ്റ്റ് ലോ വരുന്നത്. മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ ഫ്ലക്സിനെ നമ്മൾ ഫൈ എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. ഇങ്ങനെ EMFനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം കേട്ടോ. എന്താ പറഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ EMF ഇൻഡ്യൂസ് ചെയ്യുക. ഇനി ഇത് ഫാരഡേയുടെ ഫസ്റ്റ് ലോയാണ്. ഫാരഡേയുടെ സെക്കൻഡ് ലോ എന്താ പറയണമെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ള EMF ഇല്ലേ, ഈ EMF അഥവാ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സിന് ഈക്വൽ ആയിരിക്കും, അഥവാ dφ/dt ഈക്വൽ ആയിരിക്കും. ഫാരഡേയുടെ ഒന്നാമത്തെ നിയമം എന്താ പറയണേ, ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ EMF പ്രൊഡ്യൂസ് ചെയ്യും. ഫാരഡേയുടെ രണ്ടാമത്തെ നിയമം ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള EMF അഥവാ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സിന്
ഈക്വൽ ആയിരിക്കും, d∅dt ഈക്വൽ ആയിരിക്കും. ഫാരഡയുടെ 2 നിയമങ്ങളാണുള്ളത്. ഒന്നാമത്തെ നിയമം നമ്മൾ ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ EMF ഇൻഡ്യൂസ് ചെയ്യും. രണ്ടാമത്തെ നിയമം വരുന്നത് ഇങ്ങനെ ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ള EMF d∅dt റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സിന് ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആൻഡ് ട്രാൻസ്വേഴ്സ് വേവ്. ശ്രദ്ധിച്ച് കേൾക്കുക. ലോഞ്ചിറ്റ്യൂഡിനൽ വേവും ട്രാൻസ്വേഴ്സ് വേവും തമ്മിൽ എങ്ങനെയൊക്കെ വ്യത്യാസപ്പെടുന്നു. ആദ്യത്തെ പോയിന്റ്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറഞ്ഞാൽ ഒരു വേവ് ട്രാവൽ ചെയ്യുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലറായിട്ടാണ് അതിലെ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യണമെന്ന് വിചാരിക്കാം. ഒരു വേവ് ട്രാവൽ ചെയ്യുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലറായിട്ടാണ് അതിലെ വേവ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ അതിലെ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യണതെങ്കിൽ അത്തരത്തിലുള്ള വേവ്സിനെയാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറയാം. ഒരു വേവ് ട്രാവൽ ചെയ്യുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലറായിട്ടാണ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യണതെങ്കിൽ അത്തരത്തിലുള്ള വേവാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവും ട്രാൻസ്വേഴ്സ് വേവും. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു പെർപെൻഡിക്കുലറായിട്ടാണ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ട്രാൻസ്വേഴ്സ് വേവിൽ പാരലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത്. ഒരു വേവ് ഏത് ഡയറക്ഷനിലാണോ പോകുന്നത് ആ പോകുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലറായിട്ടാണ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യണമെങ്കിൽ അത്തരത്തിലുള്ള വേവ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവും, ഒരു വേവ് ട്രാവൽ ചെയ്യുന്ന ഡയറക്ഷന് പാരലായിട്ടാണ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യണമെങ്കിൽ അത്തരത്തിലുള്ള വേവ് ട്രാൻസ്വേഴ്സ് വേവുമാണ്. ഇനി ലോഞ്ചിറ്റ്യൂഡിനൽ വേവിനൊരു എക്സാമ്പിളാണ് സൗണ്ട് വേവ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവിനൊരു എക്സാമ്പിളാണ് സൗണ്ട് വേവ്. ട്രാൻസ്വേഴ്സ് വേവിന് ഒരു എക്സാമ്പിളാണ് ലൈറ്റ് വേവ്. ട്രാൻസ്വേഴ്സ് വേവിനൊരു എക്സാമ്പിളാണ് ലൈറ്റ് വേവ്. നമുക്കറിയാം ഈ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആയിട്ടുള്ള സൗണ്ട് വേവ്, ഈ സൗണ്ട് വേവിന് ട്രാവൽ ചെയ്യണമെങ്കിൽ എന്താവശ്യമാണ്, ഒരു മീഡിയം ആവശ്യമാണ്. അപ്പോൾ നമുക്ക് അടുത്ത പോയിൻ്റായിട്ട് പറയാം, ഇവിടെ എന്താവശ്യമാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന് ഒരു മീഡിയം ആവശ്യമാണ്. ട്രാൻസ്വേഴ്സ് വേവിന് എന്താവശ്യമില്ല, ഒരു മീഡിയം ആവശ്യമില്ല. നമ്മൾ 3 പോയിൻറ്റ്സാണ് മൂന്നിനും പറഞ്ഞത്, ശ്രദ്ധിക്കുക. ലോഞ്ചിറ്റ്യൂഡിനൽ വേവും ട്രാൻസ്വേഴ്സ് വേവാണ്. ഒരു വേവ് മൂവ് ചെയ്യുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലറായിട്ടാണ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യണതെങ്കിൽ അത്തരത്തിലുള്ള വേവ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവും, പാരലലായിട്ടാണ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യണതെങ്കിൽ അത്തരത്തിലുള്ള വേവ് ട്രാൻസ്വേഴ്സ് വേവാണ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവിനൊരു എക്സാമ്പിളാണ് സൗണ്ട് വേവ്. ട്രാൻസ്വേഴ്സ് വേവിനൊരു എക്സാമ്പിളാണ് ലൈറ്റ് വേവ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന് ട്രാവൽ ചെയ്യാൻ ഒരു മീഡിയം ആവശ്യമാണ്. ട്രാൻസ്വേഴ്സ് വേവിന് ട്രാവൽ ചെയ്യാൻ ഒരു മീഡിയം ആവശ്യമില്ല. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫിനോമിനൻ ഓഫ് ബീഡ്സ്. ബീഡ്സ് എന്താണെന്നാണ് പറയേണ്ടത്. നമ്മൾ 2 വേവിനെ കൺസിഡർ ചെയ്യുക. നമ്മുടെ നോട്ടിലുണ്ടാവും 2 വേവ്. ഈ 2 വേവിൻ്റെ ഇൻറ്റൻസിറ്റിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് നമ്മളൊരു പുതിയ വേവ് ക്രിയേറ്റ് ചെയ്യുക. ഇൻറ്റൻസിറ്റി കൂട്ടാനോ അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി കുറയ്ക്കാനോ പറ്റും. ഈ 2 വേവുകൾ ഇപ്പം നമുക്ക് കാണുമ്പോൾ ഒരുപോലെ തോന്നും അല്ലേ? ഇതിൻ്റെ ഫ്രീക്വൻസിക്കാണ് ചെറിയൊരു ഡിഫറൻസ് ഉണ്ടായിരിക്കുക കേട്ടോ. ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ, നേരിയ വ്യത്യാസം മാത്രം ഫ്രീക്വൻസിയിലുള്ള 2 വേവ്സിനെ കൺസിഡർ ചെയ്യാം. ഈ 2 വേവ്സ് ഉപയോഗിച്ച് നമ്മളൊരു പുതിയ വേവ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ആ വേവിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ആദ്യത്തെ 2 വേവിനെ അപേക്ഷിച്ച് കൂടുകയോ അല്ലെങ്കിൽ കുറയുകയോ ചെയ്യാം. ഇൻറ്റൻസിറ്റിയിൽ വ്യത്യാസം വരുത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു പുതിയ വേവ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇങ്ങനെ ഒരു ചിത്രം നമ്മുടെ നോട്ടിൽ നമ്മൾ വരച്ചിട്ടുണ്ടാവും. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയണേ, ബീഡ്സ് എന്ന് പറയുന്നത്. അതായത് 2 വേവ്സ് ഉപയോഗിച്ച് നമ്മൾ സൂപ്പർ പൊസിഷൻ എന്നുള്ള പ്രിൻസിപ്പിളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് നമ്മളൊരു പുതിയ വേവ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ആ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ട വേവിൻ്റെ ഇൻറ്റൻസിറ്റി ആദ്യത്തെ 2 വേവിനെ അപേക്ഷിച്ച് കൂടാനോ കുറയാനോ സാധ്യതയുണ്ട്. കൂടുകയും ചെയ്യാം, കുറയുകയും ചെയ്യാം. ക്ലിയർ ആയെന്ന് വിചാരിക്കണം കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, ലിസ്റ്റ് എനി 3 ആപ്ലിക്കേഷൻസ് ഓഫ് അൾട്രാസോണിക് വേവ്സ്. നമ്മൾ ഓൾറെഡി മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. സോണാർ, മെഡിക്കൽ ഫീൽഡ്, മെറ്റൽ കട്ടിങ്, ടു ഡിറ്റക്ട് ദ ക്രാക്സ് ഇൻ മെറ്റൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ 4 പോയിന്റ് ഡിസ്കസ് ചെയ്തതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു കേട്ടോ നേരത്തെ, സ്പെസിഫിക് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ നോക്കി വെക്കണം. പ്രോബ്ലം സെക്ഷൻ ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രോബ്ലം സെക്ഷൻ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. എ വയർ ഓഫ് ലെങ്ത്ത് 2 മീറ്റർ. ലെങ്ത്ത് തന്നിട്ടുണ്ട് 2 മീറ്റർ. റേഡിയസ് 0.1 മില്ലിമീറ്റർ. പ്രത്യേകം ശ്രദ്ധിക്കാൻ, നമുക്ക് മില്ലിമീറ്ററിലാണ് തന്നിട്ടുള്ളത്. മില്ലിമീറ്ററിലിട്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ മില്ലിമീറ്ററിൽ തന്ന 0.1നെ 10⁻³ കൊണ്ട് ഗുണിക്കണം. അപ്പോൾ അത് എന്തിലേക്ക് മാറി, മീറ്ററിലേക്ക് മാറി.
0.1 എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന വാല്യൂ ആണ്. അതിനെ 10⁻³ കൊണ്ട് ഗുണിക്കുമ്പോൾ മില്ലിമീറ്റർ വാല്യൂ എന്തിലേക്ക് മാറി? മീറ്ററിലേക്ക് മാറി. ഇപ്പോൾ നമുക്ക് 2 മീറ്റർ ലെങ്ത്ത് തന്നു, റേഡിയസ് നമ്മളിപ്പോൾ 0.1നെ മില്ലിമീറ്ററിന് മീറ്ററിലേക്ക് മാറ്റി. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് 200 ഓം ആണ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ആദ്യം തന്നെ എടുത്ത് എഴുതി വെക്കണം. ലെങ്ത്ത് തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, റേഡിയസ് തന്നിട്ടുണ്ട്. ഇത് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് സ്പെസിഫിക് റെസിസ്റ്റൻസ് ആണ്. നമുക്കറിയാം റോ =RA/L ആണ് ഇക്വേഷൻ. സ്പെസിഫിക് റെസിസ്റ്റൻസ് റോ ആണ്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ RA/L ആണ്. ഇവിടെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് 200 ഓം, ലെങ്ത്ത് തന്നിട്ടുണ്ട് 2 മീറ്റർ, പക്ഷേ ഏരിയ തന്നിട്ടില്ല. അപ്പോൾ ഏരിയ കണ്ടുപിടിച്ചാലേ നമുക്ക് ആദ്യം പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. റെസിസ്റ്റൻസ് 200 ഓം തന്നിട്ടുണ്ട്, ലെങ്ത്ത് 2 മീറ്റർ തന്നിട്ടുണ്ട്, പക്ഷേ ഏരിയ തന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പണി ഏരിയ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഏരിയ കണ്ടുപിടിക്കാൻ ഒരു ഹിൻറ്റ് തന്നിട്ടുണ്ട് അല്ലേ? റേഡിയസ് തന്നിട്ടുണ്ട് 0.1 മില്ലിമീറ്റർ ആണ്. അതിനെ നമ്മൾ മീറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട്. 0.1 × 10⁻³ മീറ്റർ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കിട്ടിയിട്ടുള്ള റേഡിയസ് യൂസ് ചെയ്തിട്ട് ഏരിയ കാണണം. A = πr² എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്ത് നമ്മൾ ആദ്യം എന്ത് കാണുക? ഏരിയ കാണുക. ഇവിടെ πr² എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ഏരിയ കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ കിട്ടിയ ഇക്വേഷനെ ρ = RA/L എന്നുള്ള ഇക്വേഷനിലേക്ക് കൊടുക്കുക. R ഓൾറെഡി തന്നിട്ടുണ്ട്, ലെങ്ത്തും തന്നിട്ടുണ്ട്, ഏരിയ ഇപ്പോൾ നമ്മളിത് ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് ഏരിയ കണ്ടുപിടിക്കുകയും ചെയ്യും. ആ ഏരിയ കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് ആൻസർ നമുക്ക് ഇങ്ങനെ ഒരു ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? സ്പെസിഫിക് റെസിസ്റ്റൻസ് റോയാണ് കണ്ടുപിടിക്കാനുള്ളത്. ആ റോ കണ്ടുപിടിക്കാൻ വേണ്ടി റെസിസ്റ്റൻസും ലെങ്ത്തും തന്നിട്ടുണ്ട്, ഏരിയ തന്നിട്ടില്ല. ഏരിയ തന്നാലേ നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഏരിയ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ഒരു ഹിൻറ്റ് ക്വസ്റ്റ്യനിൽ ഉണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ റേഡിയസ് തന്നിട്ടുണ്ട് അല്ലേ? റേഡിയസ് 0.1 മില്ലിമീറ്ററിലാണ് തന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പണി മില്ലിമീറ്ററിലുള്ളതിനെ മീറ്ററിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അതിന് വേണ്ടി നമ്മൾ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ നമുക്ക് റേഡിയസ് അവിടെ കിട്ടി. ഈ റേഡിയസ് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക? πr² എന്നുള്ള ഇക്വേഷനിൽ കൊടുത്തിട്ട് ഏരിയ കണ്ടുപിടിക്കുക. ആ ഏരിയനെ ഈ റോ = RA/L എന്നുള്ള ഇക്വേഷനിൽ കൊടുത്ത് സ്പെസിഫിക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ക്ലിയർ ആയില്ലേ? ഇനി നമ്മുടെ പാർട്ട് ബിയിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഡിസ്കസ് ചെയ്തു. 2 പേപ്പറിൽ നിന്ന് പാർട്ട് ബിയിൽ വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രോബ്ലം സെക്ഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്പെസിഫിക് റെസിസ്റ്റൻസ് റോ = RA/L എന്നുള്ള പ്രോബ്ലം നന്നായിട്ട് നോക്കുക. അൾട്രാസോണിക് വേവ്സിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഇനി നമുക്ക് പാർട്ട് സിയിലേക്ക് പോകാം. പാർട്ട് സിയിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ പ്രോബ്ലം സെക്ഷനാണ്. 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ശ്രദ്ധിക്കുക. ദ വേവ് ലെങ്ത് ഓഫ് എ സൗണ്ട് വേവ് ഓഫ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 210 ഹെർട്സ് ആണ്. അതിൻ്റെ വേവ് ലെങ്ത് തന്നിട്ടുണ്ട് 7 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സ്പീഡാണ്. നമുക്കറിയാം ഇങ്ങനെ ഒരു പിരമിഡ് നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ V ഉണ്ട്, ഇവിടെ F ഉണ്ട്, ഇവിടെ ലാംഡ ഉണ്ട് അല്ലേ? V, ലാംഡ, F. ഇവിടെ നമ്മൾ സ്പീഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അഥവാ V ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. V കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ലാംഡ × F അല്ലെങ്കിൽ F × ലാംഡ. ലാംഡ തന്നിട്ടില്ലേ നമുക്ക് ക്വസ്റ്റ്യനിൽ? 7 മീറ്ററിന് ലാംഡ തന്നിട്ടില്ലേ? ഫ്രീക്വൻസിയും തന്നിട്ടില്ലേ 210 ഹെർട്സ് എന്ന്? സോ നമ്മൾ ഡയറക്റ്റായിട്ട് അങ്ങ് കൊടുത്താൽ പോരെ. 210 എന്ത് ചെയ്യുക? 210 × 7 എന്ന് ചെയ്യും. ക്ലിയർ? 7 മാർക്കിൻ്റെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ടൈം വന്നിട്ടുള്ളത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കാം. ഹെഡ്സിൽ തരുന്നത് ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസിയുടെ യൂണിറ്റാണ് ഹെഡ്സ്. അപ്പോൾ ഹെഡ്സിൽ തന്നത് ഫ്രീക്വൻസിയാണ്. മീറ്ററിൽ നമ്മൾ വേവ് ലെങ്ത്തിനല്ലേ പറയുക. സോ ലാംഡ = 7 മീറ്റർ എന്ന് കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് സ്പീഡാണ്. സ്പീഡ് = നമുക്ക് ഇക്വേഷൻ അറിയാം, ലാംഡ × F ആണ്. സോ 210 × 7 എന്ന് വരും. പിന്നെ സ്പീഡിൻ്റെ യൂണിറ്റ് മീറ്റർ/സെക്കൻഡ് ആണ്. ലാസ്റ്റ് കിട്ടിയ ആൻസറിൻ്റെ കൂടെ മീറ്റർ/സെക്കൻഡ് അഥവാ യൂണിറ്റ് ചേർക്കാൻ മറന്നു പോകരുത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ വേവ് ആണ്. വേവിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ 6 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഒരു വേവിന് പഠിച്ചിട്ടുള്ളത്. അതിലാദ്യം സ്പീഡാണ്. സ്പീഡെല്ലാം നമ്മൾ ആദ്യം എഴുതിയിട്ടുണ്ടാവുക. ഇവിടെ നമ്മൾ ആദ്യം സ്പീഡ് ഡിസ്കസ് ചെയ്യുന്നു. സ്പീഡെന്ന് വെച്ചാൽ 1 സെക്കൻഡ് സമയം കൊണ്ട് ഈ വേവ് എത്ര ദൂരം ട്രാവൽ ചെയ്തു. നമ്മൾ 1 സെക്കൻഡ് സമയം ഒരു വേവിന് കൊടുക്കുക. ആ 1 സെക്കൻഡ് സമയം കൊണ്ട് ഈ വേവ് എത്ര ദൂരം ട്രാവൽ ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ സ്പീഡായിട്ട് നമ്മൾ പറയുന്നത്. 1 സെക്കൻഡ് സമയം കൊണ്ട് വേവ് ട്രാവൽ ചെയ്തിട്ടുള്ള ദൂരം. അടുത്തത് നമ്മൾ പറയുന്നത് വേവ് ലെങ്ത് ആണ്, അഥവാ ലാംഡ. വേവ് ലെങ്ത് എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെയല്ലേ ഒരു വേവിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇങ്ങനെ 2 ഉയർച്ചകൾ തമ്മിലോ അഥവാ 2 താഴ്ചകൾ തമ്മിലുള്ള ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയണേ? വേവ് ലെങ്ത് എന്ന് പറയുക. ഉയർച്ചേനെ നമ്മൾ ട്രഫ്സ് എന്നും
താഴ്ചനെ നമ്മൾ ക്രസ്റ്റ് എന്നും പറയും. രണ്ട് ട്രഫ്സ് തമ്മിലോ രണ്ട് ക്രസ്റ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ വേവ് ലെങ്ത്ത്, അതിനെ ലാംഡ എന്ന് റെപ്രസെൻ്റ് ചെയ്യും. യൂണിറ്റ് വരുന്നത് മീറ്ററാണ്. സ്പീഡ് എന്ന് വെച്ചാൽ 1 സെക്കൻഡ് സമയം കൊണ്ട് ആ വേവ് ട്രാവൽ ചെയ്ത് ദൂരമാണ് സ്പീഡ്. വേവ് ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഒരു വേവിൻ്റെ രണ്ട് ഉയർച്ചകൾ തമ്മിലോ ക്രസ്റ്റുകൾ തമ്മിലോ രണ്ട് ട്രഫ്സ് തമ്മിലോ ഉള്ള അകലം. ഇനി വരുന്ന അടുത്ത ടേം വരുന്നത് ആംപ്ലിറ്റ്യൂഡാണ്. ഇതല്ലേ ഒരു വേവ്. ഈ വേവിൻ്റെ മെയിൻ പൊസിഷൻ നമ്മളിങ്ങനെ വരയ്ക്കണം. ഈ മെയിൻ പൊസിഷനിൽ നിന്ന് വരയ്ക്കാൻ പറ്റുന്ന ഈ മാക്സിമം ഹൈറ്റ് ഇല്ലേ, ഈ മാക്സിമം ഹൈറ്റിനെയാണ് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക. ഇങ്ങനെ നമ്മളൊരു മെയിൻ പൊസിഷനിൽ നിന്ന് ഒരു വേവിലേക്ക് വരയ്ക്കുന്ന ഏറ്റവും മാക്സിമം അകലത്തെയാണ് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അടുത്തത് ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി എഫ് ഇസ് ഈക്വൽ ടു 1/t എന്നുള്ളൊരു ഇക്വേഷൻ മനസ്സിലാക്കി വെക്കുക കേട്ടോ. പ്രോബ്ലം സെക്ഷനിൽ ആവശ്യമാണ്. ഫ്രീക്വൻസി എഫ് ഇസ് ഈക്വൽ ടു 1/t. ഫ്രീക്വൻസിൻ്റെ യൂണിറ്റാണ് ഹെഡ്സ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് വൈബ്രേഷൻസ് മെയ്ഡ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡ് സമയം കൊണ്ടുള്ള വൈബ്രേഷൻസിൻ്റെ എണ്ണം. ഒരു സെക്കൻഡ് സമയത്ത് ഒരു വേവ് എത്ര ദൂരം ട്രാവൽ ചെയ്തു എന്നുള്ളത് അതിൻ്റെ വെലോസിറ്റിയാണ്. ഒരു സെക്കൻഡ് സമയം കൊണ്ട് ഒരു വേവ് എത്ര തവണ വൈബ്രേറ്റ് ചെയ്തു എന്നുള്ളത് അതിൻ്റെ ഫ്രീക്വൻസിയാണ്. അടുത്തത് വരുന്നത് പീരിയഡാണ്. പീരിയഡിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ടി വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. പീരിയഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് വൈബ്രേഷന് വേണ്ടുന്ന സമയത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? പീരിയഡ് എന്ന് പറയും. ആദ്യം തൊട്ട് ഒന്നുകൂടി നോക്കുക കേട്ടോ. ആദ്യം വരുന്നത് സ്പീഡാണ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് സമയം കൊണ്ട് ഒരു വേവ് ട്രാവൽ ചെയ്ത് ദൂരമാണ് അതിൻ്റെ സ്പീഡ് വരുന്നത്. പിന്നെ വരുന്നത് ഒരു വേവ് ലെങ്ത്താണ്. ഒരു വേവ് നമ്മൾ കൺസിഡർ ചെയ്താൽ ആ വേവിൻ്റെ രണ്ട് ഉയർച്ചകൾ തമ്മിലോ രണ്ട് താഴ്ചകൾ തമ്മിലുള്ള അകലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയണത്? വേവ് ലെങ്ത്ത് എന്ന് പറയണത്. അടുത്തത് വേവിൻ്റെ ഫ്രീക്വൻസിയാണ്. ഒരു സെക്കൻഡ് സമയം കൊണ്ട് ഉണ്ടായിട്ടുള്ള വൈബ്രേഷൻസിൻ്റെ എണ്ണത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇനി പീരിയഡാണ്. പീരിയഡ് ക്യാപിറ്റൽ ലെറ്റർ ടി വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യണത്. ഒരു കംപ്ലീറ്റ് വൈബ്രേഷന് വേണ്ടുന്ന സമയമാണ് പീരിയഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ റൈറ്റ് എ നോട്ട് ഓൺ സൗണ്ട് വേവ് ആണ്. തന്നെയുള്ള ബി പാർട്ടാണ് കേട്ടോ. സൗണ്ട് വേവ് നമുക്കറിയാം ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആയതുകൊണ്ട് തന്നെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുക. അതുപോലെ തന്നെ സൗണ്ട് വേവിന് ട്രാവൽ ചെയ്യാൻ ആവശ്യമാണ്? ഒരു മീഡിയം ആവശ്യമാണ്. സൗണ്ട് വേവ് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവാണെന്ന് എഴുതുക. അതിന് ട്രാവൽ ചെയ്യാനൊരു മീഡിയം അത്യാവശ്യമാണെന്ന് എഴുതുക. അടുത്തത് എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് എ മീറ്റർ ബ്രിഡ്ജ് വിത്ത് എ ഡയഗ്രാം. നമ്മുടെ നോട്ടിലുണ്ട് കേട്ടോ മീറ്റർ ബ്രിഡ്ജിൻ്റെ ഡയഗ്രം, അതിൻ്റെ വർക്കിങ്ങും. അതങ്ങനെ തന്നെ പഠിക്കുക കേട്ടോ. മീറ്റർ ബ്രിഡ്ജിൻ്റെ വർക്കിംഗ് ഡയഗ്രം നിങ്ങൾ നോട്ട് നോക്കി ക്ലാസ് കേൾക്കുമ്പോൾ അതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു റെസിസ്റ്റൻറ്റ് ബോക്സ് 6 വരച്ചിട്ടുണ്ടാവും. ഈ 6ൽ നിന്ന് നമ്മളൊരു റെസിസ്റ്റൻസ് എന്ത് ചെയ്യുക? എടുത്ത് മാറ്റുക ആദ്യം. ഇപ്പോൾ നമ്മളൊരു 12 ഓം ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ജോക്കി ആ സ്ട്രിങ്സിലൂടെ ഇങ്ങനെ മൂവ് ചെയ്യിക്കാൻ തുടങ്ങുക. അങ്ങനെ മൂവ് ചെയ്യിച്ചൊരു പെർട്ടിക്കുലർ ലെങ്ത്ത് എത്തുമ്പോൾ ഇതിൽ ഗാൽവനോമീറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ, ആ ഗാൽവനോമീറ്ററിൽ സൂചി ഡിഫ്ലക്റ്റ് ചെയ്ത് 0ൻ്റെ നേരെ വന്ന് നിൽക്കും. എപ്പോഴാണോ നമ്മൾ ഈ ജോക്കി മൂവ് ചെയ്ത് ഗാൽവനോമീറ്ററിൽ 0 ഡിഫ്ലക്ഷൻ കാണിക്കുന്നത്, ആ ലെങ്ത്ത് മെഷർ ചെയ്യുക. ആ ലെങ്ത്ത് സ്മോൾ ലെറ്റർ L ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് X ആണ്. X is equal to RL divided by 100 minus L ആണ്. ഈ 6 നമ്മൾ ആദ്യം സെറ്റ് ചെയ്യുന്നുണ്ടല്ലേ. ഇപ്പോൾ 12 സെറ്റ് ചെയ്തു. ലെങ്ത്ത് ഇപ്പോൾ നമുക്ക് കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ X കണ്ടുപിടിക്കുന്നത്. ഇനി എക്സ്പെരിമെൻറ്റ് എങ്ങനെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുക? നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത റെസിസ്റ്റൻസ് വാല്യൂ മാറ്റി കൊടുക്കുക. 10 ഓം എന്നുള്ളത് 12 ആക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ജോക്കി മൂവ് ചെയ്യുക. ഒരു പെർട്ടിക്കുലർ ലെങ്ത്ത് എത്തുമ്പോൾ ഗാൽവനോമീറ്ററിൽ 0 ഡിഫ്ലക്ഷൻ കാണിക്കും. ആ ലെങ്ത്ത് മെഷർ ചെയ്യുക. അതാണ് മീറ്റർ ബ്രിഡ്ജിൻ്റെ വർക്കിംഗ്. അടുത്തത് ഡിസൈൻ എ വോൾട്ട് മീറ്റർ ഓഫ് എ റേഞ്ച് 0 to 10 volt. ഗിവ് എ ഗാൽവനോമീറ്റർ ഓഫ് റെസിസ്റ്റൻറ്റ് 50 ഓം വിച്ച് ഷോസ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഓഫ് 10 മില്ലി ആംപിയർ. നമുക്കറിയാം ഒരു ഗാൽവനോമീറ്ററിനെ വോൾട്ട് മീറ്ററൊക്കെ ആക്കുന്ന ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഗാൽവനോമീറ്ററിനെ വോൾട്ട് മീറ്ററൊക്കെ ആക്കുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് ഞാനിവിടെ തന്നിട്ടുണ്ട്. V/Ig മൈനസ് G ആണ്. ഇതിൽ V ആണ് നമ്മുടെ ഈ വോൾട്ട് മീറ്ററിൻ്റെ റേഞ്ച് തന്നിട്ടുള്ളത്. 0 മുതൽ 10 വരെ എന്ന് പറഞ്ഞാൽ നമ്മൾ 10 എടുക്കുക. സോ V = 10 വോൾട്ട് കിട്ടി. അടുത്തത് വേണ്ടത് റെസിസ്റ്റൻസ്. ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് അഥവാ G തന്നിട്ടുണ്ട് 50 ഓം ആണ്. ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ആണ് G. അടുത്തത് നമുക്ക് വേണ്ടത് Ig അല്ലേ. ഇക്വേഷനിൽ Ig ആണ് എന്ത് തന്നിട്ടുള്ളത്? 10 മില്ലി ആംപിയർ. പ്രത്യേകം ശ്രദ്ധിക്കുക, അത് മില്ലി ആംപിയറിലാണ് തന്നുള്ളത്. അപ്പോൾ ഈ 10നെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം? 10⁻³ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പോഴേ അത് ആംപിയറിലേക്ക് ആവുള്ളൂ കേട്ടോ. ഇപ്പോൾ നമുക്ക് V കിട്ടി, G കിട്ടി, Ig കിട്ടി. ഇനി ഡയറക്റ്റ് എന്ത് ചെയ്യുക? ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ,
Two resistance 24 ohm are connected in parallel and the combination is then connected in series with 8 ohm resistance. Find the effective resistance. മക്കളെ ശ്രദ്ധിക്കുക, രണ്ട് റെസിസ്റ്റൻസ് 12 ഓമിൻ്റെ രണ്ട് റെസിസ്റ്റൻസ് എങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്? ഇതാ പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് 12 ഓമാണ്, ഇത് 12 ഓമാണ്. ഇനി ഇതിൻ്റെ കോമ്പിനേഷൻ ഒരു 8 ഓമുമായിട്ട് സീരീസ് ആയിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ചിത്രം വരുന്നത്. ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. സോ നമ്മൾ ആദ്യം ഈ പാരലായിട്ടുള്ള ഈ ഒരു പോർഷൻ നോക്കുക. അതിൻ്റെ ഇക്വേഷൻ എന്താ? R=R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2, അതായത് 12 × 12 ബൈ 12 പ്ലസ് 12. ഇത് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരം വരുന്നത് 12 ഓം എന്ന് ലാസ്റ്റ് ആൻസർ വരും. 12 × 12 ബൈ 12 പ്ലസ് 12 ചെയ്യാം. 12 അല്ലല്ലോ അല്ലേ, ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 24 അല്ലേ. ഇപ്പോൾ നമ്മുടെ ചിത്രത്തിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ക്വസ്റ്റ്യനിൽ ഇവിടെ 24 തന്നിട്ടുള്ളത്, ഇവിടെ 24 തന്നിട്ടുള്ളത്. ഇതിൻ്റെ കോമ്പിനേഷൻ 8 ആയിട്ടാണ് കണക്ട് ചെയ്തു എന്നാണ് തന്നല്ലേ. അപ്പോൾ 24 × 24 12 അല്ല കേട്ടോ, 24 × 24 ബൈ 24 പ്ലസ് 24. ഇത് ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. ആ ആൻസർ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കൊരു 12 ഓമാണ് അത് ചെയ്തപ്പോൾ കിട്ടിയെന്ന് വിചാരിക്കാം. അത് ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ ഒരു 12 ഓമാണ്. പിന്നെ ഓൾറെഡി ഇവിടെ എന്തുണ്ട്? ഇപ്പോൾ നമ്മൾ ആ 24-നും പകരം 224-ന് പകരം 12 ഓം എന്ന് കൊടുക്കുക. പിന്നെ ആ 8 ഓമുമായിട്ട് അത് സീരീസാന്ന് പറഞ്ഞു. അപ്പോൾ 8 ഓം അവിടെ തന്നെ വയ്ക്കുക. ഇനിയിപ്പോൾ ഇത് സീരീസ് ആണ് അല്ലേ. സീരീസിൻ്റെ ഇക്വേഷൻ എന്താ? R=R1 പ്ലസ് R2 ആണ്. സോ 12 പ്ലസ് 8 നമുക്ക് എത്ര ആൻസർ കിട്ടും? 20 ഓം എന്ന് ആൻസർ കിട്ടും. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ ആദ്യം നിങ്ങൾ പാരലിൻ്റെ പോർഷൻ ചെയ്യാം. രണ്ട് റെസിസ്റ്റൻസ് തന്നിട്ടുള്ളെങ്കിൽ R=R1 R2 ബൈ R1 പ്ലസ് R2 യൂസ് ചെയ്ത് നമ്മൾ പാരലിൻ്റെ സെക്ഷൻ ചെയ്യാം. അപ്പോൾ നമുക്കൊരു ഉത്തരം കിട്ടും. ആ കിട്ടിയ ഉത്തരം നമ്മൾ അടുത്തതുമായിട്ട് എന്ത് ചെയ്യുക? സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക. ക്ലിയർ ആയെന്ന് വിചാരിക്കണം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് എ മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ. മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ നമ്മുടെ ചിത്രം നോട്ടിലുണ്ട്. ആ ചിത്രം പഠിക്കാനായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ചിത്രം കയ്യിൽ വയ്ക്കുക. ഞാൻ പറയാൻ പോണ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആ ചിത്രത്തിൽ നമ്മൾ കറണ്ട് കണക്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. ചിത്രത്തിലേക്ക് നമ്മൾ കറണ്ട് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കറണ്ട് ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ആ ടോർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് T=NIAB. ഇതിൽ N എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ടേൺസ് ആണ്, I എന്ന് വെച്ചാൽ കറണ്ടാണ്, A എന്ന് വെച്ചാൽ ഏരിയ ആണ്, B എന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡാണ്. നമ്മൾ എന്താ പറഞ്ഞാൽ ആ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് നിങ്ങൾ വരച്ച് വയ്ക്കുക. എന്നിട്ട് അതിനകത്തേക്ക് കറണ്ട് കൊടുക്കുമ്പോൾ അവിടെ ഒരു ടോർക്ക് ഉണ്ടാവുന്നുണ്ട്. ആ ടോർക്കിനൊരു ഇക്വേഷൻ ഉണ്ട്, T=NIAB ആണ്. എന്നിട്ട് N എന്താ, I എന്താ, A എന്താ, B എന്താന്ന് എഴുതി. അടുത്ത് നമ്മൾ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഒരു ടോർക്ക് ഉണ്ടാവും നമ്മൾ പറഞ്ഞു അല്ലേ. ടോർക്ക് ഉണ്ടാവുന്ന പോലെ തന്നെ ഒരു റീസ്റ്റോറിങ് ടോർക്കും അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ആ റീസ്റ്റോറിങ് ടോർക്കാണ് C⁻. റീസ്റ്റോറിങ് ടോർക്കാണ് C⁻. ഇനി ഈ C⁻ C കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റാണ്. അതായത് രണ്ട് പാരലായിട്ടുള്ള ഫോഴ്സ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പാരലായിട്ടുള്ള രണ്ട് ഫോഴ്സ്, അതിനെ നമ്മൾ കപ്പിൾ ഓഫ് ഫോഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ ആണ്. ഇപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? കറണ്ട് കൊടുക്കുമ്പോൾ അവിടെ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ആ ടോർക്കിൻ്റെ ഇക്വേഷനാണ് NIAB. എന്നിട്ട് N എന്താ, I എന്താ, A എന്താ, B എന്താന്ന് എഴുതി. എന്നിട്ട് നമ്മൾ പറഞ്ഞു ഇവിടെ ഉണ്ടാകുന്ന ടോർക്കിന് ഒരേപോലെ തന്നെ നമ്മളൊരു റീസ്റ്റോറിങ് ടോർക്കും ഉണ്ടാവും. ആ റീസ്റ്റോറിങ് ടോർക്ക് C⁻ ആണ്. C⁻ എന്ന് പറഞ്ഞാൽ നമ്മളിനി എന്ത് ചെയ്യുക? ഈ C⁻നെ ഇവിടെ T=NIAB. ഇതിൽ ഈ ടോൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കുക? C⁻ എന്ന് കൊടുക്കുക. സോ C⁻=NIAB എന്ന് കിട്ടും. ആ ഇക്വേഷനിൽ നിന്ന് തീറ്റയും ഐയും ഡയറക്റ്റ്ലി പ്രപ്പോർഷണലാണെന്ന് മനസ്സിലാവും. അതായത് കറണ്ട് കൂടുമ്പോൾ ഡിഫ്ലക്ഷനും കൂടുന്നു. ഇതാണ് മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിൻ്റെ വർക്കിംഗ് വരുന്നത് കേട്ടോ. ഇനി ഇതാ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അത്രയും തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ആ ക്വസ്റ്റ്യൻ പഠിക്കാനായിട്ട് ശ്രമിക്കുക. രണ്ട് റെസിസ്റ്റൻസ് 12 ഓം. നമുക്ക് ആ ചിത്രം വരച്ച് നോക്കാം. ആദ്യം തന്നെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഫിഗർ വരച്ച് പോവുക കേട്ടോ. 12 ഓമും 6 ഓമും പാരലായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കോമ്പിനേഷൻ 8 ഓമുമായിട്ട് സീരീസാണ്. സോ ഇങ്ങനെയാണ് ചിത്രം വരിക. ഇനി നമ്മളോട് ആസ് യൂഷ്വൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ആദ്യം ഈ പാരലിൻ്റെ ഭാഗം ചെയ്യാം. R1 R2 ബൈ R1 പ്ലസ് R2. സോ 12 × 6 ബൈ 12 പ്ലസ് 6. അപ്പോൾ നമുക്കൊരു ഉത്തരം കിട്ടും. 12 × 6 ബൈ 12 പ്ലസ് 6 എന്ന് പറയുമ്പോൾ 72 ബൈ 18 എന്ന് വരും. സോ 4 ഓം എന്ന് വരും. അപ്പോൾ ഇത്രയും ഭാഗം ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 4 ഓം എന്ന് കിട്ടി. അപ്പോൾ ഈ 12-നും 6-നും പകരം ഇനി നമ്മൾ എന്ത് കൊടുക്കുക? 4 ഓം എന്ന് കൊടുക്കുക. ബാക്കി പിന്നെ ഇവിടെ ഓൾറെഡി എന്തുണ്ട്? ഒരു 8 ഓം ഉണ്ട് അല്ലേ. ആ 8 ഓം അങ്ങനെ തന്നെ കൊടുക്കുക.
ഇപ്പോൾ ഇത് സീരീസ് കണക്ഷൻ അല്ലേ, സീരീസ് ആകുമ്പോൾ R = എന്താ ഇക്വേഷൻ, R1 + R2. സോ 4 + 8 12 ഓം എന്ന് കിട്ടും. 4 + 8 12 ഓം. ഈ പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, അതിൻ്റെ സൊല്യൂഷൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ആ സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ്റെ സൊല്യൂഷൻ നമ്മൾ നോട്ടിലും ഉണ്ട്, പ്ലസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, റെഫർ ചെയ്യാം കേട്ടോ. അടുത്തത് വേണ്ടത് റൈറ്റ് എ നോട്ട് ഓൺ കൂളോംസ് ലോ, ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. കൂളോംസ് ലോ എന്താ നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു. ഇലക്ട്രിക് ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ചാർജിന് ചുറ്റുള്ള റീജിയൻ, അവിടേക്ക് വേറൊരു ചാർജ്ഡ് പാർട്ടിക്കിൾസ് വരുമ്പോൾ അതിനും ഈ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യണം. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിനിറ്റിയിലായിരിക്കുന്നൊരു വസ്തു. ഇപ്പോൾ നമ്മളിതാ ഇൻഫിനിറ്റിയിലുള്ളൊരു ചാർജ് ക്യൂ, ഈ ഇൻഫിനിറ്റിയിലുള്ള ചാർജിനെ നമുക്കൊരു പ്രത്യേക പോയിൻ്റ്, ഈ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ചെയ്ത വർക്ക് ഡണ്ണിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇൻഫിനിറ്റിയിലായിരിക്കുന്ന ഒരു ചാർജ്, ആ യൂണിറ്റ് ചാർജിനെ ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക്, പ്രത്യേക പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വർക്ക് ഡണ്ണിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുക. ഒന്നുകൂടെ പറയാം കേട്ടോ. ഇൻഫിനിറ്റിയിലായിരിക്കുന്ന ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ്, ആ ചാർജിനെ ഒരു പ്രത്യേക പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന വർക്ക് ഡണ്ണിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇത് നമ്മൾ നോട്ടിൽ ഒരുപാട് വട്ടം ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, നോട്ടിൽ ചെയ്തിട്ടുണ്ട്. സോ നോട്ടിന് റെഫർ ചെയ്യുക, പ്ലസ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഈ ഒരു ഭാഗം ഇപ്പം തന്നെ പഠിച്ചു പോകാം കേട്ടോ. ഒരു ട്യൂണിങ് ഫോർക്ക് ഒരു കംപ്ലീറ്റ് വൈബ്രേഷൻ എടുക്കുന്ന ടൈം 1/200 സെക്കൻഡാണ്. ഇഫ് ദ വെലോസിറ്റി ഓഫ് ദ സൗണ്ട് തന്നിട്ടുണ്ട് 340 വേവ് ലെങ്ത് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. നമുക്കറിയാം λ = v/f ആണ്. ഇവിടെ വി തന്നിട്ടുണ്ട്, വെലോസിറ്റി 340 m/s ആണ്. പക്ഷെ എഫ് തന്നിട്ടില്ല, അഥവാ ഫ്രീക്വൻസി തന്നിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യത്തെ നമ്മുടെ പണി എന്തായിരിക്കും, ഫ്രീക്വൻസി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ഒരു ഹിൻറ്റ് ആ ക്വസ്റ്റ്യനിൽ ഉണ്ടോ എന്ന് അടുത്ത നമ്മൾ നോക്കേണ്ടത്. ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ ഈ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഒരു ഹിൻറ്റ് നമുക്ക് തന്നിട്ടുണ്ടാകുമല്ലോ. അങ്ങനെ നമുക്ക് തന്നിട്ടുള്ള ഒരു ഹിൻറ്റാണ് 1/200 സെക്കൻഡ് എന്നുള്ളത്. അഥവാ ഒരു കംപ്ലീറ്റ് വൈബ്രേഷന് വേണ്ടി എടുത്ത സമയമാണ് 1/200 സെക്കൻഡ്. ഒരു കംപ്ലീറ്റ് വൈബ്രേഷന് വേണ്ടി എടുക്കുന്ന സമയത്തെയാണ് നമ്മൾ പീരീഡ് എന്ന് പറയുക. അപ്പോൾ പീരീഡ് നമുക്ക് തന്നിട്ടുണ്ട് 1/200. ഇനി നമുക്കറിയാലോ ഒരു ഇക്വേഷൻ, പീരീഡ് നമുക്ക് 1/200 എന്ന് കിട്ടിയാൽ നമുക്കൊരു ഇക്വേഷൻ അറിയാലോ, എഫ് = 1/t ആണ്, ഫ്രീക്വൻസി = 1/t ആണ്. സോ 1/, പീരീഡ് നമുക്ക് എത്ര ഇപ്പോൾ കിട്ടിയ 1/200. ഇത് ചെയ്യുമ്പോൾ ഫ്രീക്വൻസി നമുക്ക് എത്ര കിട്ടും, 200 ഹെർട്സ്. അപ്പോൾ ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിച്ചില്ലേ, എന്തുപയോഗിച്ചിട്ട്, പീരീഡ് ഉപയോഗിച്ച് നമ്മൾ ഫ്രീക്വൻസി കണ്ടുപിടിച്ചു. ഇപ്പോൾ ഫ്രീക്വൻസി കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടത് വി തന്നിട്ടില്ലേ 340 എന്ന്, ഫ്രീക്വൻസി ഇപ്പോൾ നമുക്ക് കിട്ടിയില്ലേ 200 എന്ന്. അപ്പോൾ നമുക്കിനി ലാംഡ കണ്ടുപിടിച്ചൂടെ, λ = v/f. വി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് തന്നിട്ടുണ്ട് 340, അതേ /200. ഇങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഫ്രീക്വൻസി കിട്ടും. ലാംഡ കിട്ടും. λ = v/f ആണ് ഇക്വേഷൻ. അപ്പോൾ നമ്മളോട് ലാംഡ കാണാൻ പറഞ്ഞിട്ട് വെലോസിറ്റി മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ആദ്യം ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഫ്രീക്വൻസി കാണാൻ നമുക്ക് എന്തെങ്കിലും ഒരു ഹിൻറ്റ് തന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. ക്വസ്റ്റ്യനിലേക്ക് നോക്കുമ്പോൾ ഒരു 1/200 തന്നിട്ടുണ്ടല്ലേ, അത് വെറുതെ ആവില്ലല്ലോ, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുമല്ലോ. ആ 1/200 എന്ന് പറയുന്നത് കംപ്ലീറ്റ് വൈബ്രേഷൻ എടുത്ത സമയമാണ് അവർ മെൻഷൻ ചെയ്തത്. അപ്പോൾ കംപ്ലീറ്റ് വൈബ്രേഷൻ എടുത്ത സമയം എന്ന് പറഞ്ഞാൽ പീരീഡാണ്. അപ്പോൾ ആ ഒരു പീരീഡിന് 1/t, അതാ എഫ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് 1/t. ടി തന്നിട്ടുണ്ട്, ടി യൂസ് ചെയ്ത് നമ്മൾ ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. കിട്ടിയ ഫ്രീക്വൻസി യൂസ് ചെയ്തിട്ട് എന്ത് കണ്ടുപിടിക്കുക, വേവ് ലെങ്ത് λ = v/f ചെയ്യുക. ഇത്രയാണ് നമ്മുടെ 2 ക്വസ്റ്റ്യൻ പേപ്പറിലായിട്ട് 3 മാർക്കിനും അതേപോലെ തന്നെ 7 മാർക്കിന് essay ആയിട്ടും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള കുറച്ച് എസ്സേസ് ഉണ്ട്, ഞാൻ ഇൻക്ലൂഡ് ചെയ്യാത്തതാണ്. റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള എസ്സേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വേവിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ നമുക്കറിയാം 3 മാർക്കിൽ അൾട്രാസോണിക് വേവ്സിൻ്റെ ആ പോർഷൻ റിപ്പീറ്റഡ് ആണ്. അതേപോലെ എസ്സേയിൽ നമ്മുടെ ആ 2 റെസിസ്റ്റൻസ് പാരലും പാരലൽ കോമ്പിനേഷനും സീരീസ് കോമ്പിനേഷനും പ്രോബ്ലം, അത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നന്നായിട്ട് അത് വായിക്കുക. 2 തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് തന്നെ വായിക്കുക. പ്രോബ്ലം സെക്ഷന് മാത്രമായിട്ടുള്ള കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. കുറച്ച് എഴുതിയാൽ നമുക്ക് ഒരുപാട് മാർക്ക് കിട്ടുന്നതാണ്. സോ നല്ല രീതിയിൽ ഈ പ്രോബ്ലംസ് ഇപ്പോൾ നമ്മൾ ഈ പ്രീവിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോബ്ലംസും നല്ല വൃത്തിക്ക് തന്നെ പഠിച്ചിട്ട് പോവാം. ഈ
ക്ലാസ് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ നോട്ട്ബുക്ക് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. നോട്ട്ബുക്കിൽ വരച്ചിട്ടുള്ള ഫിഗേഴ്സ്, പ്രത്യേകിച്ച് നമ്മുടെ മീറ്റർ ബ്രിഡ്ജ്, അതേപോലെ തന്നെ വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ്, മീറ്റർ ബ്രിഡ്ജ്, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് വന്നാൽ ഫിഗറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ഫിഗർ നന്നായിട്ട് വരച്ച് പഠിക്കുക. നീറ്റ് ഡയഗ്രം പ്രത്യേകം മെൻഷൻ ചെയ്യണതാണ്. സോ നീറ്റായിട്ട് തന്നെ നമ്മൾ ഫിഗർ വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. മീറ്റർ ബ്രിഡ്ജ്, വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ്, അതുപോലെ തന്നെ ഒരു ഗാലവനോമീറ്ററിനെ നമ്മൾ എങ്ങനെ അമ്മീറ്ററിലേക്കും വോൾട്ട് മീറ്ററിലേക്കും കൺവേർട്ട് ചെയ്യും എന്നുള്ള ആ ഒരു ഫിഗേഴ്സ്, ഒരു ഗാലവനോമീറ്ററിനെ അമ്മീറ്ററിലേക്കാക്കാൻ റെസിസ്റ്റൻസിനെ പാരലായിട്ടും വോൾട്ട് മീറ്ററിലേക്കാക്കാൻ റെസിസ്റ്റൻസിനെ സീരീസ് ആയിട്ടും കണക്ട് ചെയ്യുക എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. പിന്നെ ഓംസിലോ എന്തൊക്കെ തമ്മിലുള്ള റിലേഷനാണ് കണക്ട് ചെയ്യണത്? കറണ്ടും പൊട്ടൻഷ്യൽ ഡിഫറൻസും തമ്മിലുള്ളതാണ്. അവിടെ ടെമ്പറേച്ചറാണ് കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ സ്പെസിഫിക് റെസിസ്റ്റൻസ്, റോഡ് ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസും അതെന്താണെന്നും, പിന്നെ കണ്ടക്റ്റൻസ് എസ് ആണ്. റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസിനെയാണ് എന്തെന്ന് പറയുന്നത്? കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത്. അത് നന്നായിട്ടൊന്ന് നോക്കി വയ്ക്കുക. ഇത്രയും സെക്ഷൻസ് നന്നായിട്ട് പഠിച്ചെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം എക്സാമിന് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാ മൊഡ്യൂളും നല്ല വൃത്തിക്ക് തന്നെ എല്ലാ പോർഷൻസും പഠിച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ.